പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ യാത്ര 9 മണിയായപ്പോൾ കൊടികുത്തി ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് മാജിക് മസാല ഹോട്ടലിൽ നിന്ന് നല്ല അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ച് നേരെ പോയത് നമ്മുടെ വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസിലോട്ടാണ്. മാർച്ച് മാസം 23-ാം തീയതിയുള്ള വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസിൻ്റെ അവസ്ഥയാണിത്. വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരിക്കും, എന്നാൽ മഴ സമയത്തോ ഭയങ്കര ഭംഗിയാണ് നമ്മുടെ വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ് കാണാനായിട്ട്. ഇപ്പോൾ നമുക്ക് പോവേണ്ട റൂട്ട് നമ്മുടെ കുട്ടിക്കാനം, അവിടെ നിന്ന് കുമിളി, ചിന്നമന്നൂരിൽ നിന്ന് നേരെ മേഘമലയിലോട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മഹാരാജമേട്ടെന്ന് വേണം ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യാനായിട്ട്. ഇതുവാ കാണുന്നത് നമ്മൾ വന്ന വഴിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കുമിളിയിലെ KG ചിപ്സ് സ്പൈസി മാർക്കറ്റ്. ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. നേരെ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുറച്ച് താഴോട്ടിറങ്ങിയാൽ പിന്നെ ചുരമാണ് ആ കാണുന്ന വഴി. ചുരത്തിൽ കണ്ടൊരു വലിയ മരമാണ്, ഭയങ്കര ഭംഗിയാണ്. പാറയിൽ ആ ഒരു വേര് പിടിച്ചിരിക്കുന്ന ഒരു മരം കാണാൻ പ്രത്യേക ഭംഗിയാണ്. അവിടെ നിന്ന് തന്നെ ഒരു നല്ലൊരു വ്യൂവും കണ്ടുകൊണ്ട് നമ്മൾ നേരെ താഴോട്ടിറങ്ങിയാണ്. സൂക്ഷിച്ച് നോക്കിയാൽ 2-3 കുരങ്ങന്മാർ അവിടെ ഇരിക്കുന്നത് കാണാം. അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി നേരെ എത്തിയത് കൂടല്ലൂരുള്ള കരിക്കും വെള്ളങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിലോട്ടാണ്. നല്ല ചൂടാണ്. തമിഴ്നാട് ഇറങ്ങിയപ്പം നന്നായിട്ടത് മനസ്സിലാവുന്നുണ്ട്. ഇതാ കാണുന്ന വഴി ആ വലിയ മല ഇറങ്ങി നമ്മൾ വന്നതാണ്. ഇനി നമുക്ക് പോവേണ്ടത് ആ നേരെ കാണുന്ന വഴിയിലോട്ടാണ്. നേരെ പോകുന്നത് കമ്പത്തിലോട്ട്. ഈ കൊടും ചൂടത്ത് ആശ്വാസത്തിന് വേണ്ടി നല്ല കരിക്ക് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി കരിക്ക് വെട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടുത്തെ ചെറിയ കാഴ്ചകൾ കാണാം. കണ്ട പുളിയാണ്, പുളി ഉണക്കായിട്ടേക്കുന്നതാ. തമിഴ്നാട് ഒരുപാട് പുളികളുണ്ട്. ഈ സംഭവം കണ്ടപ്പോൾ പണ്ട് കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ മുട്ടക്കോഴി അട വെച്ച് കുഞ്ഞിനെ വിരിയിക്കുന്നതൊക്കെ ഓർമ്മ വന്നു. പിന്നെ മാങ്ങ കണ്ടില്ലേ, കയ്യെത്തണ ദൂരത്താണ് മാങ്ങ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ഞിച്ചെടിയേയും കണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടക്കോഴി കുഞ്ഞുങ്ങളും അതുപോലെ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കണ്ട്. നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഈ വെള്ളം കുടിക്കാൻ നിർത്തിയപ്പോൾ കണ്ടത്. മരത്തിൻ്റെ മേലുള്ള ഒരു എലിയേം പിടിച്ചുകൊണ്ട് ഒരു കാക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കരിക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കൊടും ചൂടത്ത് നല്ല തണുത്ത കരിക്ക് ആസ്വദിച്ച് കുടിച്ചുകൊണ്ട് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയാണ്. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് ഒട്ടകം. അപ്രതീക്ഷിതമായി കണ്ടതാണ് ഒട്ടകം. ഷംനാദ് കാക്കയാണ് സംഭവം കണ്ടത്. ഉടനെ തന്നെ വണ്ടി ഇൻഡിക്കേറ്റർ സൈഡാക്കിയിട്ട് എന്നെ വിളിച്ച് കാണിച്ച് അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോയി. സംഭവത്തെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ. ദൂരെയായിട്ട് നല്ല മലകളും കാണാം. വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം വിശ്രമിക്കാനായിട്ടൊരു വലിയ മരത്തണലിൽ നിന്നപ്പം ഒരുപാട് ആടുകളെയായിട്ടൊരു കർഷകനെ കണ്ടു. തമിഴ്നാട്ടിലെ ഇവർ കൂടുതൽ ഇതുപോലെ കൂട്ടത്തോടെ ഒരുപാട് ആടുകളും അതുപോലെ തന്നെ പശുവിനെയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഒരു കൂട്ടത്തോടെ ഇങ്ങനെ കൊണ്ടുപോകണതാണ്. മേച്ച് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകും. ഭയങ്കര ഭംഗിയാണത് കാണാനായിട്ട്. മെയിൻ റോട്ടിലാണ് ഈ സംഭവമൊക്കെ നടക്കണേന്ന് വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ശാപ്പാടൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ എത്തിയത് നമ്മുടെ മേഘമല ചെക്ക് പോസ്റ്റിന് തൊട്ട് മുന്നേ കണ്ട മുന്തിരിത്തോട്ടമാണ്. അപ്പോൾ കാണുന്നത് അഴുക്കാത്ത പച്ചയായ മുന്തിരിയാണ്. ഊട്ടിയിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. എന്നാലോ തൊട്ടിപ്പുറത്ത് ഒരു കുഴിയിലോട്ടിറങ്ങിയപ്പോൾ, നമ്മുടെ റോഡിൽ നിന്ന് കുഴിയിലോട്ടിറങ്ങിയപ്പോൾ നല്ല പഴുത്ത മുന്തിരികൾ നിൽക്കുന്നത് കണ്ട് അകത്തിറങ്ങാനോ പറിക്കാനോ ഒന്നും പറ്റൂല. ഊട്ടിയൊക്കെയാണ്. കണ്ണെത്താ ദൂരത്തോളം കാച്ചു കിടക്കുന്ന മുന്തിരി കാണാൻ എന്തൊരു ഭംഗിയല്ലേ. കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന വഴി കണ്ടില്ലേ, അതാണ് നമ്മൾ വന്ന വഴി. നമ്മൾ മേഘമല കയറാനുള്ള ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റിൽ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ പ്ലാസ്റ്റിക് അലോഡല്ല. പ്ലാസ്റ്റിക് കുപ്പി അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റിൽ തന്നെ ഇട്ടിട്ട് വരണം. 2 വണ്ടിയിലായിട്ട് 3 പേരാണ് നമ്മൾ മേഘമല പോകുന്നത്. പറയാൻ കാരണം കൂടെ ഉണ്ടായിരുന്നത് ഷംനാദ് കാക്കായും പുള്ളിക്കാരൻ്റെ വൈഫ് നാസറായുമാണ്. അവിടെ കപ്പിൾസ് അലോഡല്ല.
കല്യാണം കഴിച്ചവരെയും ഫാമിലി ആയിട്ടുള്ളവരെ കയറ്റി വിടുള്ളൂ. നമ്മളങ്ങനെ ഹെയർ പിൻ കയറി തുടങ്ങിയിട്ടുണ്ട്. ഒരു അടിപൊളി വ്യൂ കണ്ടല്ല. ഹെയർ പിൻ കയറുമ്പോൾ കിട്ടുന്ന പല വ്യൂ പോയിന്റുകളിലെ വ്യൂവും കണ്ട് നമ്മൾ നേരെ മേഘമല എത്തിയിട്ടുണ്ട്. മേഘമലയിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ വളരെ തിരക്ക് കുറവാണ്. നമ്മുടെ മൂന്നാർ, വാൽപ്പാറയൊക്കെ പോലെ ഒരുപാട് കടകളില്ല. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റോ പ്ലാസ്റ്റിക് കുപ്പികളോ ഒന്നുമില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ആ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ തേയിലത്തോട്ടം ആയാലും ഉള്ളിലോട്ടുള്ള കാടായാലും പിന്നെ അവരുടെ തന്നെ ചെറിയ ചെറിയ ലയങ്ങളായാലും നല്ല മനോഹരമായൊരു ഒരു വ്യൂവും അതുപോലെ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഫൈനലി നമ്മൾ മേഘമല എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ കാണുന്നത് ഇവിടെയുള്ള തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളാണ്. തിരക്കും ബഹളങ്ങളും ഇല്ലാതെ സമാധാനത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ബൈക്കിലായാലും കാറിലായാലും വെൽക്കം ടു മേഘമല. കാരണം അത്ര സമാധാനമുള്ളൊരു സ്ഥലമാണ് ഇവിടെ. തിരക്കുകളില്ല, ബഹളമില്ല, ഒന്നുമില്ല. റൂം അവൈലബിലിറ്റി കുറവാണെങ്കിലും നമുക്ക് നേരത്തെ തന്നെ വിളിച്ച് ചോദിച്ചാൽ റൂമും കാര്യങ്ങളും ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് നേരെ ഹൈവേ വീസിലാണ് നമുക്ക് പോവേണ്ടത്. അവിടെ നിന്ന് മഹാരാജമേട്ടിലോട്ടും. ഇനി ഈ മേഘമലയിൽ തന്നെയുള്ള മറ്റൊരു വ്യൂ ആണ് നമ്മുടെ മേഘമലയിലെ ചർച്ചും അതുപോലെ തന്നെ കൂളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് ഇത്. ചെറിയ ബോർഡില്ലേ, അതിനടുത്തു നിന്നാണ് ഈ വ്യൂ പോയിന്റിന്റെ വീഡിയോ എടുത്തത്. നമ്മളങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് കയറിയ ഹോട്ടലാണ്. നേരത്തെ സ്നാക്സും ചെറിയ ചെറിയ കടികൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ നമുക്ക് ചാപ്പാട് കിട്ടും, അതുപോലെ തന്നെ ദോശ, മുട്ട ദോശ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടും. ഹൈ വേവീസ് ഡാമിന്റെ തൊട്ട് മുകളിലാണ് ഈ ഹോട്ടൽ വരുന്നത്. ഇനി നമുക്ക് ഡാമിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം.
നമ്മളങ്ങനെ ഹൈ വേവീസ് പഞ്ചായത്ത് ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ റൂം. നമ്മൾ നേരെ താഴെ പോയി ചെക്ക് ഇൻ ചെയ്യണം. റൂം ബുക്ക് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. നമ്മൾ വരുന്ന വഴിയിൽ വളഞ്ഞങ്ങാനത്ത് വെച്ചാണ് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. ആദ്യം അവരുടെ ഒരു നമ്പറിൽ വിളിച്ച് റൂമിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ റൂം അവൈലബിൾ ആണെന്നവർ പറഞ്ഞു. എന്നിട്ട് വാട്സപ്പിൽ നമ്മൾ വിളിച്ച നമ്പറിൽ അവർ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ 3 പേരുണ്ട്. 2 റൂമാണ് എടുത്തത്, ഒരു ചെറിയ റൂമും ഒരു വലിയ റൂമും. അപ്പോൾ എനിക്ക് കിട്ടിയത് ഡബിൾ ബെഡുള്ള റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും. വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഭയങ്കര ലക്ഷറി ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂമും അതിൻ്റെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബാത്റൂമും ഒരു ചെറിയ ടേബിളും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് വയ്ക്കാനുള്ള ഷെൽഫൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. റൂമിൻ്റെ പുറത്തുനിന്ന് നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടണത്. മഴ സമയത്തൊക്കെ ഇവിടെ നല്ല വെള്ളമായിരിക്കും. അതുപോലെ തന്നെ രാത്രി സമയത്ത് ഇതുവഴി കാട്ടുപോത്തും ആനയൊക്കെ പോകുന്ന വഴിയാണ്. നമ്മുടെ റൂമിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ അവരുടെ ഒരു ചെറിയ ഹോട്ടലുണ്ട്. ഹോട്ടലിൽ ഭക്ഷണം സെപ്പറേറ്റ് നമ്മൾ നേരത്തെ പറയണം. ദോശ, ഇഡ്ഡലി, ചപ്പാത്തിയൊക്കെയാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം പുറത്തോട്ടിറങ്ങി. പുറത്ത് കണ്ടൊരു ചർച്ചാണ്. കുറച്ച് നേരം ചർച്ചിൽ പോയി അങ്ങനെ സമാധാനത്തിലിരുന്ന്. രാത്രിയായപ്പോൾ നല്ല ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച്. ഇവിടെ 6 മണി തൊട്ട് നല്ല തണുപ്പാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീച്ച് നമ്മൾ മഹാരാജമേട്ടിൽ പോകുന്ന വീഡിയോ പാർട്ട് 2 ആയിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇതിൽ കൂടെ തന്നെ കാണാം. നല്ല കോട മഞ്ഞ് പറഞ്ഞതും അതുപോലെ തന്നെ സൺറൈസിൻ്റെ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ നമ്മൾ പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കയറി കാണാൻ നോക്കണേ.